ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട തക്കാളിയൊക്കെ ഇട്ടിട്ട് ചിക്കി പൊരിച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രെഡിനകത്ത് ഈ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സവാള, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ഇട്ട് വാട്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഈ തക്കാളിയും ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിക്കുക. അതിലേക്ക് പിന്നെ മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഇത് ബ്രെഡിനുള്ളിൽ വെച്ചിട്ട് ഫില്ലിങ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു രസമുള്ളൊരു കാര്യം ഓർത്തിട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം മുമ്പ് ഞാൻ ബാങ്കിൽ പോയിട്ടോ. അപ്പോൾ എനിക്ക് ബാങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ടായി. അപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ ബാങ്കിനകത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കണുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ എല്ലാവരും ഇങ്ങനെ നോക്കണം എന്താണെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാൻ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് നമ്മളിത് വണ്ടിയുടെ സീറ്റ് പൊക്കിയിട്ട് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചിട്ട് വേണമല്ലോ വരാൻ. അപ്പോൾ ഞാൻ സീറ്റ് പൊക്കിയിട്ട് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഹെൽമെറ്റ് ഇല്ല കേട്ടോ. അയ്യോ ഹെൽമെറ്റ്! അപ്പോഴാണ് തലയിൽ തലയിൽ തൊട്ട് നോക്കുമ്പോൾ തലയിലിരിക്കേണ്ട കേട്ടോ എൻ്റെ ഹെൽമെറ്റ്. അപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ബാങ്കിൽ പോയതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും എന്നെ കണ്ടപ്പോൾ നോക്കിയതെന്ന് എനിക്ക് പിന്നെ കേട്ടോ മനസ്സിലായത്. പിന്നെ ഞാൻ ആ വണ്ടി ഓടിച്ച് വീടെത്തണ വരെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് ചിരിച്ചാണ് വീട് വരെ എത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില മണ്ടത്തരങ്ങളൊക്കെ എനിക്ക് പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം അത് ഓർത്തപ്പോൾ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇപ്പം ഇന്നത് ഓർക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനത് കുട്ടികളൊക്കെ ഉണ്ട്, വെക്കേഷനായിട്ട് ബ്രദറിൻ്റെ മോനും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ എല്ലാവർക്കും അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വെക്കേഷൻ എടുത്തു വെച്ചിരുന്ന വീഡിയോയാണ് കേട്ടോ. ഇത് ഇന്നിപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഫില്ലിങ്ങൊക്കെ വെച്ചു. ബ്രെഡ് വേറെ ഒന്നിൻ്റെ മുകളിൽ വേറെ ഒന്നൊക്കെ വെച്ചിട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്നുണ്ട്, ഞാനും കഴിച്ചിട്ടുണ്ട്, ചായയൊക്കെ കുടിച്ചു. പിന്നെ കറി വയ്ക്കാനായിട്ട് ഈ മീനിന് ഇവിടെ പറയണത് പാമുള്ളൻ, കണ്ണാടി മുള്ളൻ അങ്ങനെയൊക്കെ ആട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പേരെന്ന് കമൻറ്റ് ചെയ്യണം. ഇതിനെ കാണുമ്പോൾ എനിക്ക് ഈ കാർട്ടൂണിലെ ഒരു കഥാപാത്രം പോലെ തോന്നും കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ നമ്മൾ പടം വരച്ച് വെച്ച പോലത്തെ ഷേപ്പല്ലേ. പിന്നെ ഞാൻ കുറേ നേരം അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്നിട്ട് അതിനെ പോയി വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻ കറി വെക്കണില്ല, അതൊരു ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടണില്ല. കുമ്പളങ്ങ, ഉരുളൻകിഴങ്ങ്, 2 കോവയ്ക്ക, അത് നമ്മുടെ കോവലത്തിൽ കിട്ടിയതാണ്. പിന്നെ വെണ്ടയ്ക്ക, ഇത്രയൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായം ഇതൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ട്. ഇത് വേവായി വരുമ്പോൾ കുറച്ച് സാമ്പാർ പൊടിയും, വെണ്ടയ്ക്ക ചേർത്തിട്ടില്ല, വെണ്ടയ്ക്ക പച്ചക്കറി ഒന്ന് വെന്തിട്ടേ ചേർക്കണുള്ളൂ. അപ്പോൾ വേവായപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കലക്കി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാർ ഉലുവയും കടുകൊക്കെ വറുത്ത് വേപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ക്യാരറ്റ് ഉണ്ടായി, അപ്പോൾ അതൊന്ന് തോരനാക്കി എടുക്കാം. പിന്നെ മീനുണ്ടായത് ഫ്രൈ ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ക്യാരറ്റൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ മറവീനെ പറ്റി ഞാൻ രാവിലെ പറഞ്ഞില്ല. അപ്പോൾ അതിപ്പോൾ ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകാനായിട്ട് നോക്കുമ്പോൾ വേവിച്ച് വെച്ച പരിപ്പ് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാമ്പാറിലേക്ക് പരിപ്പ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെയാണ് ആ സാമ്പാറിലേക്ക് പരിപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വീണ്ടും തിളപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ
നോക്കുമ്പോൾ ഈ സാമ്പാറിന് എന്താ കൊഴുപ്പ് കുറവെന്നൊക്കെ ഞാൻ മനസ്സിൽ തോന്നിയായിരുന്നെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെയാണ് പാത്രം കഴുകുമ്പോൾ നോക്കുമ്പോൾ കുക്കറിൽ അങ്ങനെ തന്നെ പരിപ്പ് വേവിച്ചതിരിക്കണം കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നും എനിക്കൊരു മണ്ടത്തരം പറ്റി. അപ്പോഴാണ് ഞാൻ എൻ്റെ ആദ്യത്തെ മണ്ടത്തരത്തിനെ കുറിച്ച് ഓർത്തത്. അപ്പോൾ ഞാനതൊന്ന് ഷെയർ ചെയ്താട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഓർത്തിട്ട് എനിക്ക് തനിയേ ഇരുന്ന് ചിരി വരും കേട്ടോ. അപ്പോൾ മക്കൾ ചോദിക്കേണ്ട ഉമ്മച്ചി എന്തിനാ തന്നെ ഇരുന്ന് ചിരിക്കണേന്ന്. അപ്പോൾ ഞാൻ അവരോട് സംഭവം പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് എടുത്ത 2 കേക്കിൽ ഒരു കേക്കാണ് കട്ട് ചെയ്തത്. അതിൻ്റെ പിറ്റത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടത്. അപ്പോൾ ഒരു കേക്കും കൂടി ഉണ്ടായല്ലോ. അപ്പോൾ അതാണ് ഇന്ന് ചായക്ക് എടുത്തത്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ മറവി മൂലം മണ്ടത്തരങ്ങൾ പറ്റിയിട്ട് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.